ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നാടൻ ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അത് മാങ്ങയും കുറച്ച് തൈരൊക്കെ ചേർത്തിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 10-25 ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ മേലെയുള്ള നാരുമൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് എടുക്കാം. ഇവിടെ പുളിക്ക് പകരം മാങ്ങ ചേർക്കുന്നത് കൊണ്ട് മാങ്ങ ആദ്യം തന്നെ കട്ട് ചെയ്യാം. അത് പകുതി മാങ്ങ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നല്ല പുളിയുള്ളതാണ്. അപ്പോൾ പുളി നോക്കിയിട്ട് നമുക്ക് മാങ്ങേൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം. ഇനി സ്റ്റൗ ഓണാക്കിയിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്, നമ്മുടെ നാടൻ കറിയല്ലേ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു പകുതി തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ പകുതി, ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചതും കൂടി ചേർത്തിട്ട് അത് നമുക്ക് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് വഴഞ്ഞു വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ മുറിച്ച് വെച്ച മാങ്ങയും, എരിവിൽ കൂടുതലും പച്ചമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്നത് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് അതൊന്ന് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ടാകുമ്പം അതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ചെമ്മീൻ എല്ലാവർക്കും അറിയാം, വളരെ കുറച്ച് വേവ് മാത്രമേ ഉള്ളൂ, ഒരു 3-4 മിനിറ്റ് വേവേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ കേരള സ്റ്റൈലൊക്കെ കറിയിൽ വെക്കുമ്പോഴാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ചെമ്മീനൊക്കെ വേവിക്കും. അപ്പോൾ അത് വഴറ്റി ഇനി അതിലേക്ക് അരപ്പ് നമുക്ക് റെഡിയാക്കാം. അതിന് ഓൾമോസ്റ്റ് 1 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ചില സ്ഥലത്തൊന്നും തൈരൊന്നും ചേർക്കില്ല, മീൻ്റെ കൂടെ നമ്മുടെ നാട്ടിലൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. അതേസമയം നമ്മളിവിടുന്ന് ചെമ്മീൻ ഒന്ന് 3-4 മിനിറ്റ് വഴറ്റി ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചെമ്മീനിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് എത്രയാണ് അതിന് ആവശ്യമുള്ളൊരു ഗ്രേവി അത് നോക്കിയിട്ട് നമുക്കതിലേക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ചൂടുവെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി നമ്മുടെ കറി ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് തിളപ്പിക്കാം നമുക്ക്. ഇനി ആ അരപ്പും ആ മാങ്ങയുടെ പുളിയും ഒക്കെ ഇറങ്ങി ചെമ്മീനിലേക്കൊക്കെ പിടിച്ചിട്ട് ആ ഒരു നല്ലൊരു ഫ്ലേവർ വരും. നമുക്ക് അങ്ങനെ തിളച്ച് അത് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവശ്യത്തിന് നല്ല ഗ്രേവിയും അതൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിടാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളകും കൂടി ഒന്ന് എണ്ണയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു കറിയിലേക്ക് നമ്മൾ ഈ മൂപ്പിച്ചത് ഒഴിക്കുമ്പോൾ നല്ലൊരു കളറായിരിക്കും. ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.